ഇതിന്റെ തന്നെ വേറൊരു പകർപ്പാണ് വേടനെതിരായിട്ടുള്ള കടന്നാക്രമണം. വേടൻ ഇന്നലെ പാലക്കാട് സഖാവ് പിണറായിയെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോ ഇന്ന് നമ്മൾ കണ്ടു. വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പടനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും വേടൻ. റാപ്പ് മ്യൂസിക് നമുക്കൊന്നും അത് അറിയില്ല. അത് അപ്പോ RSകാർ പറയാണ്, BJPക്കാർ പറയാണ് ഇത് ജാതി ഭീകരതയാണ്, ജാതി ഭീകരത. റാപ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. റാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. നോക്കിയപ്പോ അർത്ഥം വളരെ വ്യക്തമാണ്. റാപ്പ് എന്ന് പറഞ്ഞാൽ റിഥം ആൻഡ് പോയട്രി എന്നാണ്. നമ്മുടെ പദ്യം വളരെ മനോഹരമായി സമന്വയിപ്പിച്ച് ലയിപ്പിച്ച് താളാത്മകമായിട്ട് പാടുന്ന മ്യൂസിക്കാണ് റാപ്പ് മ്യൂസിക്. ആ റാപ്പ് മ്യൂസിക്കിനെ പറ്റിയാണ് പറയുന്നത് കലാഭാസമാണ്. ഇവനെന്ത് കല. ഈ RSകാരന്, പ്രത്യേകിച്ച് അതിന്റെ മുഖപത്രത്തിന്റെ പത്രാധിപർ മധുവിന് എന്ത് കല, എന്ത് കലാസ്വാദനം. ഒരു കലയെ പറ്റിയും വ്യക്തമില്ല. റാപ്പിനെ പറ്റി അറിയേയില്ല. എന്താണ് റാപ്പ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ യൂറോപ്പ് മേഖല ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പ്രശസ്ത സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ റാപ്പ്. അപ്പോഴാണ് ഇവിടെ വിശദീകരിക്കുന്നത് കലാഭാസം. പിന്നെയോ ജാതി അധിക്ഷേപം, സവർണ മേധാവിത്വത്തിന്റെ നിലപാടുകളെ ചരിത്ര അപവാദത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ വേടൻ ഒരു കാര്യം ചെയ്തു. വെട്ടാളുണ്ട് വേടന്റെ ഒപ്പം. വെട്ടാളും ഒരു റൂമിൽ പോയി. അവിടെ നോക്കിയപ്പോൾ പോലീസുകാർ ബോധപൂർവം തന്നെയാണ്. വേടനെ പോലുള്ള ഒരാൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും സഹിക്കില്ല എന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയും ഭരണകൂടവും വേണമെന്ന് പറയുന്നവരാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി BJP. ചാതുർവർണ്ണ വ്യവസ്ഥ, സനാതനധർമ്മം. ഇവനെന്ത് സനാതനധർമ്മത്തെ പറ്റിയാണ് പറയുന്നത്? അടിമതുല്യമായിട്ട് ജീവിച്ച പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ, പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന അതിശക്തമത്തായ രീതിയിലുള്ള അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത്, അദ്ദേഹം തന്നെ പാടുമ്പോൾ അതിനൊരു കരുത്തുണ്ട്, ഒരു ശക്തിയുണ്ട് ആ റാപ്പ് മ്യൂസിക്കിന്. അങ്ങനെയാണ് വേടൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധനായത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം 6 ഗ്രാം കഞ്ചാവാണ് ആ റൂമിലുണ്ടായത്. ഇവരെട്ടാളും ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് കഞ്ചാവ് കൈവശം വെക്കാം. കൈവശം വെച്ചില്ലെങ്കിൽ റൂമിലുണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. അത് തെറ്റന്നെയാണ്. വേടൻ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി, എന്നെ നന്നാക്കാനോ എന്നോട് പറയാനോ എനിക്ക് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വന്നപ്പോൾ ഒരു ശീലമായിപ്പോയി. ആ ശീലം ഞാൻ നിർത്തുന്നു, ആ തെറ്റ് ഞാൻ ഏറ്റുപറയുന്നു. അത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട കാര്യം. കേസെടുത്തോട്ടെ, കേസ് കൈകാര്യം ചെയ്യാം. അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തു വിട്ടതാണ്. അപ്പോഴാണ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പറയുമ്പോൾ പാടുമ്പോൾ ഉള്ള ഒരു കണ്ണുകടി. അപ്പൊ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി, ശരീരം മുഴുവൻ നോക്കിയപ്പോൾ ഒരു മാല കണ്ടു. മാല നോക്കിയപ്പോൾ അതിലൊരു പുലിയുടെ പല്ലുണ്ട്. ഇത്രേ ആരോ കൊടുത്തതാണ് വേടൻ. വേടൻ ഇത് വല്ലാന്ന് നോക്കിയിട്ടൊന്നുമല്ല. വേടൻ പറഞ്ഞു എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല, എനിക്കൊരു മാല കിട്ടി, ഞാൻ ഇട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ജാമ്യം കിട്ടാതെ വകുപ്പ് ചേർത്ത് കേസെടുക്കാനാണ് യഥാർത്ഥത്തിൽ ഫോറസ്റ്റുകാർ ശ്രമിച്ചത്. വല്ല കാര്യമുണ്ടായിരുന്നോ? റിമാൻഡിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഒരു വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് വേടന്റെ ഒപ്പം നിന്നു. അധസ്ഥിത ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ റാപ്പ് മ്യൂസിക്കിന്റെ വക്താവായിട്ട് രാജ്യമറിയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരന്റെ ഒപ്പം നിന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തെറ്റായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല, ഞങ്ങൾ ഈ കേരളീയ സമൂഹം വേടന്റെ ഒപ്പമായിരിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ചിത്രം മാറിയത്.